ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാശില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ബില്ലടയ്ക്കാതെ ഒരെണ്ണവും പോവില്ല ഇവിടുന്ന്. ഒരു കോടീശ്വരി, കൊട്ടാരത്തിലെ തമ്പുരാട്ടി, വിഷം വാങ്ങിക്കാൻ പോലും 10 പൈസ എവിടെയില്ല. ഇനി നമുക്ക് രാജുവിനെയും കൂടെ കൂട്ടി എല്ലാവർക്കും കൂടി വരണം. പിന്നെ ജീവിതം ഉല്ലസിച്ച് ജീവിക്കണം. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ വരാം. മേഡത്തിന് എന്താ കുഴപ്പം? അക്കൗണ്ട് ക്യാഷ് അടക്കില്ലേ? ഞാൻ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒന്നും പോയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂറ് പോയാലോ? ആ പോവാം. പിന്നെന്താ പോ. കൊടൈക്കനാലിലെ ഗുണാക്കയുണ്ട്. ഈ ചെകുത്താന്റെ അടുക്കളയെന്ന് സായിപ്പ് പറഞ്ഞിട്ടുള്ള ഗുഹ. നിന്നെ അതിലേക്ക് അങ്ങ് വിട്ടേക്കാം. കൊള്ളാമോ? അതെ, ഫുഡ് വന്നു. എല്ലാവർക്കും എല്ലാം മതിയല്ലോ? മതിയേ, മതി മതി മതി. വേണ്ട, പാഴ്സൽ വല്ലതും വാങ്ങിക്കണോ വൈകിട്ടത്തേക്ക്? ഏയ് വേണ്ട. എന്താ ഓക്കെ. ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നില്ലല്ലോ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും അല്ലല്ലോ. ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലായിരിക്കും മാഡം. അതായിരിക്കും ട്രാൻസ്ഫർ ആവാത്തത്. ഏയ് അല്ല. ഇതിപ്പോ ഇവിടെ പുതിയൊരു ഏർപ്പാടാ. എല്ലാം കൂടെ വന്ന് മൂക്കുമുട്ട തട്ടും. ഒടുവിൽ നെറ്റ്വർക്ക് എറർ, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, തേങ്ങ കൊല. തരികിടയൊന്നും ഇവിടെ വേണ്ട. കാശ് വെച്ചിട്ട് പോയാ മതി. കാശില്ലേ? കാശില്ലെന്ന് ഇവര് നമ്മളെവിടെ പിടിച്ചു വെക്കുകയോ ചേട്ടാ? ദൈവമേ, 10 പൈസ കയ്യില്ല. കാശില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ബില്ലടയ്ക്കാതെ ഒരെണ്ണവും പോവില്ല ഇവിടുന്ന്. ഒരു കോടീശ്വരി, കൊട്ടാരത്തിലെ തമ്പുരാട്ടി, വിഷം വാങ്ങിക്കാൻ പോലും 10 പൈസ എവിടെയില്ല. മരുമോളെ, ഇവിടത്തെ പാത്രം മൊത്തം കഴിയാലേ അവര് നമ്മളെ വിടൂല. എന്നെ ഒന്ന് സഹായിക്കേ. അളിയ, ചെറിയൊരു പ്രശ്നമുണ്ട്.
ആടാ ബില്ല് എത്രേ? ആ, ദാ. ഇത് 2. ആ 2 ബില്ല്. കാശ്. താങ്ക്സ് അളിയ. നാളെ അങ്ങ് എത്തിച്ചേക്കാം. ശരിടാ. ഓക്കെ ഓക്കേ, ശരി. ഓ ശരി ശരി. പോവാം. കോടാനുകോടികളുടെ ഉടമ വരുന്നുണ്ടോ? ഓ, നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി. തേച്ചാലും കുളിച്ചാലും മാറാത്ത നാണക്കേട്. അടിമുടി ചെളി അഭിഷേകം ചെയ്ത പോലെ. ₹10 വിലയില്ലാത്ത ഒരു തമ്പുരാട്ടി നടക്കുന്നു. സൂര്യമംഗലത്തെ ചന്ദ്രമംഗലത്തിലെ തമ്പുരാട്ടിയാണെന്നും പറഞ്ഞാ നടക്കുന്നത്. തെരുവ് തണ്ടിയേക്കാൾ കഷ്ടം. എന്താ പ്രശ്നം? എന്താ മോളെ? എന്താ പ്രിയേ? എന്താ ജയ? ഓ എന്റെ അമ്മോ, ഇത് ഈ പല ഒരു അക്കിടിയൊക്കെ കിട്ടാനില്ല. ഈ നൂറ്റാണ്ടി പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നീ കാര്യം പറയടാ. വെറുതെ നായ കിടന്ന് കുറയ്ക്കണവരെ കുറയ്ക്കാതെ. ഈ കൊച്ചിന് നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോയത്? അങ്ങോട്ട് പറഞ്ഞോളമ്മ. യോ, ഒന്നും പറയണ്ടേ. ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഹോട്ടലിലെ പാത്രം കഴുകുകാരും വെള്ളം കോരലുകാരോട്ടൊക്കെ മാറിയേനെ. ജയേട്ടന്റെ ഫ്രണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നിങ്ങളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ദേ, ഈ കൃതിക ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ പിടികിട്ടി. ഋതിക മോള് നിങ്ങളെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയതല്ല, നിങ്ങള് മുള വളച്ചോണ്ടുപോയി. ആ, ഇനി കാര്യം പറ. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ ഈ പെണ്ണ് പറഞ്ഞു. പെണ്ണല്ല, ചില്ലിക്കാശിന് വിലയില്ലാത്ത തമ്പുരാട്ടി. അകലെ